വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. മെയ് 27 മുൻപ് തന്നെ കേരളത്തിൽ കാലവർഷം വരികയാണ്. മഴ നേരത്തെ ലഭിക്കുന്ന ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഉള്ളത്. ഓരോ വർഷവും ജൂണിന് മുൻപായി കാലവർഷം വരുന്നു എന്നതാണ് പതിവ്. ഇപ്രാവശ്യം അല്പം നേരത്തെയാണ്. അതേ സമയത്ത് മഴ വരുന്നതോടുകൂടി പല ദുരന്തങ്ങളും പ്രയാസങ്ങളും നാടിൻ്റെ നാനാഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിലുണ്ടായ ദുരന്തം നമ്മൾ അറിഞ്ഞല്ലോ. റോഡുകൾ പൊട്ടിക്കീറി, മറ്റു ചില സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴലും മരങ്ങൾ വീഴലും വാഹനാപകടങ്ങൾ വർദ്ധിക്കലുമെല്ലാം മഴയുടെ ഭാഗമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രാർത്ഥന, നമ്മുടെ എല്ലാ രക്ഷയ്ക്കും രണ്ട് കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. ഒന്ന്, നാം തന്നെ അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടത്ര ശ്രദ്ധിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന ഒരു പ്രത്യേകമായ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുക. രണ്ടാമത്, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ശരി, പ്രയാസങ്ങൾ ഇല്ലാത്തൊരവസ്ഥ വരണമെങ്കിൽ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു ആണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. മഴ പെയ്യുന്ന സമയത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അള്ളാഹുവേ, ഈ മഴ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കി തരണമേ. ഈ മഴയുടെ പേരിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ധനത്തിനോ ഞങ്ങളുടെ കൃഷിക്കോ അപകടങ്ങൾ ഒന്നും സംഭവിക്കാതെ രക്ഷ ചൊരിഞ്ഞു തരണമേ. ഈ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുണ്ടായിരുന്നു, നിർവഹിക്കാൻ ഉപദേശിച്ചിട്ടുമുണ്ട്. ഇത് ഈ സമയത്ത് പ്രത്യേകമായി എല്ലാവരും ഓർക്കുക, പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും.